പുള്ളിക്കാരന്റെ മനസ്സിൽ ഇപ്പോഴും നീയും നീ പ്രസവിച്ച കുഞ്ഞുമൊക്കെയാണെന്നേ. കൂടെ കൂടെ അയാൾക്കിപ്പോ അതൊക്കെ സ്വപ്നം കാണുന്ന സ്വഭാവവും തുടങ്ങിയിട്ടുണ്ട്. എന്നു മാത്രമല്ല, നിന്നെ മനസ്സിൽ നിന്ന് പറിച്ചറിയാൻ പറ്റാത്തതുകൊണ്ട് എന്റെ ഭർത്താവ് എനിക്ക് എല്ലാ കാര്യങ്ങളിലും വിലക്കേർപ്പെടുത്തിയിരിക്കുക. എന്നാ പിന്നെ നിന്നെ നിന്റെ കുഞ്ഞിനെയൊക്കെ ഒന്ന് നേരിൽ കണ്ട് കൺഗ്രാറ്റ്സ് ചെയ്യാന്ന് കരുതി വന്നതാ. എഴുന്നേൽക്ക്. എഴുന്നേൽക്കാൻ എന്ത് ധൈര്യത്തിലാ നീ ഇവിടെ വന്നത്? നിന്റെ ഭർത്താവ് എന്റെ കാമുകനായിരുന്നു നീയും അയാളും മാത്രം തീരുമാനിച്ചാ മതിയോ? അയാൾ എന്റെ ആരുമല്ല. അങ്ങനെ ഒരു കുഞ്ഞിനെ ഞാൻ പ്രസവിച്ചിട്ടുമില്ല. പിന്നെന്താ, നിനക്ക് ദിവ്യഗർഭം ഉണ്ടായതാണോ? ദേ, കൂടുതൽ വെളച്ചിലൊന്നും എന്റെ അടുത്ത് എടുത്തേക്കരുത്. ചേച്ചി അനിയത്തിയും കൂടി അതിനെ കാണാമറയത്തിട്ട് വളർത്തുന്നത് എന്തിനു വേണ്ടിയാണെന്നൊക്കെ എനിക്കറിയാം. ആ ഉദ്ദേശമൊന്നും നടക്കാൻ പോകുന്നില്ല മോളെ. കളിക്കുന്നത് ആരോടാണെന്ന് നല്ല ബോധ്യം വേണം. ഇനി ഒരു അക്ഷരം നീ മിണ്ടിപ്പോയാ കൊന്നുകളയും ഞാൻ. നിന്റെ ഭർത്താവ് എന്റെ ആരുമല്ലെന്ന് പറഞ്ഞില്ലേ ഞാൻ? വീട്ടിലയുടെ കാര്യം പറഞ്ഞ് എന്റെ അടുത്ത് വന്നു പോരുതീം. ഓടി പുറത്ത്, ഓടി. എന്താ എന്താ ചേച്ചി? ഇവളോട് ഇവിടുന്ന് പോകാൻ പറ. എന്തിനാ നിങ്ങൾ ഇപ്പൊ ഇവിടെ വന്നത്? നിങ്ങളുടെ ആരെയും ഇവിടെ കാണാനുള്ളത്? നോക്ക്, നിങ്ങളുടെ ഒരു കാര്യത്തിലും ഇടപെടാതെയാ ഞങ്ങൾ ഇവിടെ ജീവിക്കുന്നത്. തിരിച്ചു അതുപോലെ ആവാനുള്ള മാന്യത കാണിച്ചില്ലെങ്കിൽ അന്ന് വീട്ടിൽ വന്ന് ഞാൻ പറഞ്ഞ കാര്യങ്ങളൊന്നും സൈന മേഡം മറന്നു പോവരുത്. മേലിൽ നിങ്ങളോ നിങ്ങളുടെ ആൾക്കാരോ എന്റെയോ എന്റെ ചേച്ചിയുടെ ഒരു കാര്യത്തിലും ഇടപെടാൻ വന്നേക്കരുത്. പറഞ്ഞത് കേട്ടല്ലോ. ഒന്ന് നിന്നേ. നിങ്ങളുടെ ഈ വരവിന്റെ ഉദ്ദേശം എന്താണെന്ന് എനിക്ക് മനസ്സിലായി. പേടിക്കണ്ട മാഡം. ഞാനും എന്റെ ചേച്ചിയും തെരുവിൽ തെണ്ടി നടന്നതിനെ വളർത്തേണ്ടി വന്നാലും ആ കുഞ്ഞിനെയും കൊണ്ട് പൂക്കാടൻ പൗലോസിന്റെ മുറ്റത്ത് അവകാശ സമരത്തിന് വരില്ല ഗൗരി. അതോർത്ത് നീയും അപ്പനും ആങ്ങളെ ഒന്നും ഹാലിളകണ്ട. പിന്നെ ഒരു കാര്യം കൂടി പറഞ്ഞേക്കാം, ആ കുഞ്ഞ് എന്റെ ചേച്ചിയുടേതല്ല, എന്റെ കുഞ്ഞാണ്. പൗലോസ് അച്ചായന് ഈ മോളെ എങ്ങനെയാണോ അതുപോലെ പ്രിയപ്പെട്ടതാ എനിക്ക് ആ കുഞ്ഞ്. അതിന്റെ ദേഹത്ത് ഒരു തരി മണ്ണ് നുള്ളിയിട്ടെന്ന് ഞാൻ അറിയാലോ. കൊല്ലാനും ചാവാനും തയ്യാറായി തന്നെയാ ഞാനും നടക്കുന്നത്. പോട്ടെ ചേച്ചി, ചേച്ചി ഇതൊന്നും കാര്യമാക്കണ്ട. ഇനി അവള് വരില്ല. അത് നിനക്കിങ്ങനെ ഉറപ്പ് പറയാൻ പറ്റും? അവളും അയാളും ഒക്കെ ഇനി മുന്നിൽ വന്ന് ഇങ്ങനെ കൊഞ്ഞനും കുത്തും, മനുഷ്യനെ ഭ്രാന്ത് പിടിപ്പിക്കും. എല്ലാത്തിനും കാരണക്കാരി നീ ഒരുത്തിയാ. എനിക്ക് സുഖയില്ലാതായ സമയത്ത് എന്റെ കൈയും പിടിച്ച് നീ അയാളെ കാല് പിടിക്കാൻ പോയിട്ടുണ്ടാവും. അത് അവളിങ്ങനെ ഭീഷണിയായിട്ട് കേറി ഇറങ്ങുന്നത്. ഈ നാണം കെട്ട ജന്മം അന്ന് എങ്ങ് അവസാനിപ്പിച്ചാ മതിയായിരുന്നു. നീ നോക്കണ്ട, എല്ലാം അന്നെ തീരുമാനിച്ചതാ ഞാൻ. അതുകൊണ്ടാ അന്ന് അമ്മയും നീയും ഒക്കെ കരഞ്ഞു പറഞ്ഞപ്പോ എനിക്ക് ലണ്ടനിൽ പോകണ്ടെന്ന് ഞാൻ പറഞ്ഞത്. ആ തീരുമാനത്തിന് ഇപ്പോഴും മാറ്റമൊന്നും വന്നിട്ടില്ല. ഒരവസരം ഒത്തു വന്നാ ഇനിയും ഞാൻ അത് തന്നെ ചെയ്യും. അവരങ്ങനെ റിയാക്ട് ചെയ്തെങ്കിൽ അതിന് ഞാൻ നിന്നെ കുറ്റം പറയൂ സൈന. എന്ത് കാരണത്തിന്റെ പേരിലായാലും ഇപ്പോഴത്തെ നിന്റെ ഈ വരവ് ഒഴിവാക്കാമായിരുന്നു. ഓഹോ, അപ്പൊ റാണി ചേച്ചി ഇപ്പൊ അവളുടെ പക്ഷത്താണല്ലേ? ഇത് പക്ഷം പിടിക്കലൊന്നുമല്ല. ആകെ തകർന്ന് തരിപ്പണമായി നിൽക്കുക അവര് രണ്ടുപേരും. അതിന്റെ കൂടെ ആ മൂത്ത കുട്ടി ഈ അവസ്ഥയിലും. കൂട്ടത്തിൽ അങ്ങോട്ടോ ഇങ്ങോട്ടോ എന്ന് ഇപ്പോഴും ഉറപ്പില്ലാത്ത ഒരു കുഞ്ഞും. അവിടെ കയറി ചെന്ന് മെടുക്ക് കാണിച്ചാ പിന്നെ ആർക്കായാലും ദേഷ്യം വരില്ലേടി. ചേച്ചി കരുതുന്നത് പോലെ അവരുടെ മുമ്പിൽ ഷോ ഓഫ് കാണിക്കാൻ വന്നൊന്നും അല്ല ഞാൻ. ചേച്ചിയെ കാണാൻ തന്നെ വന്നതാ. എന്നെ കാണാനോ? എന്താ കാര്യം? കാര്യം അല്പം സീരിയസാ.
അതുപോലെ തന്നെ കോംപ്ലിക്കേറ്റഡും. ചേച്ചി വിചാരിച്ചാൽ എന്നെ സഹായിക്കാൻ പറ്റുമെന്ന് ഉറപ്പുള്ളത് കൊണ്ടാ ഞാൻ നേരിട്ട് വന്നത്. നീ മാറ്റർ എന്താണെന്ന് പറ, എന്നാലല്ലേ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റൂന്ന് അറിയൂ. ചേച്ചി നേരത്തെ പറഞ്ഞ അങ്ങോട്ടോ ഇങ്ങോട്ടോ എന്ന് ഉറപ്പില്ലാത്ത ആ കുഞ്ഞില്ലേ, അതാ ഇപ്പൊ എന്റെ ഏറ്റവും വലിയ പ്രോബ്ലം. എന്റെ ഭർത്താവിന് അവകാശമുള്ള ഒരു കുഞ്ഞ് മറ്റൊരു സ്ത്രീയുടെ മകളായി വളർന്നു വന്നാൽ എന്താ അതിൽ അപകടമെന്ന് ഞാൻ പറയാതെ തന്നെ ചേച്ചിക്ക് ഊഹിക്കാലോ. അതുകൊണ്ട് സയനയ്ക്കും അവളുടെ ജീവിതത്തിനും അതൊരു ഭീഷണിയാവാൻ പാടില്ല, ഒരിക്കലും. അല്ല, നീ എന്താ ഉദ്ദേശിക്കുന്നത്? അതില്ലാതാവണം, തീർക്കണം അതിനെ. ഇൻക്യുബേറ്ററിൽ നിന്ന് മാറ്റുന്നതിന് മുൻപ് അത് സംഭവിച്ചിരിക്കണം. അങ്ങനെയാണെങ്കിൽ ആർക്കും ഒരു സംശയവും തോന്നില്ല. ഒരു സ്വാഭാവിക മരണം. ചേച്ചി വിചാരിച്ചാൽ അത് നിഷ്പ്രയാസം സാധിക്കും. എന്തു പറയുന്നു? നോ നോ സൈന, അത് പറ്റില്ല. എന്ത് വിവരക്കേടാ നീ പറയുന്നത്? അത് മാത്രമല്ല, ഒരു ഡോക്ടറുടെ മനസാക്ഷിക്ക് ചേരാത്ത കാര്യം നീ പറയുന്നത്. എന്തുകൊണ്ട് പറ്റില്ല? പിന്നെ ഒരു ഡോക്ടറുടെ എത്തിക്സ് എന്താണെന്നൊന്നും ചേച്ചി എനിക്ക് ട്യൂഷൻ എടുക്കേണ്ട കാര്യമൊന്നുമില്ല. കുറെ നാൾ ഞാനും പറ്റിയതാണല്ലോ ആ കോഴ്സ്. ഇനി സുഹൃത്തുക്കളായതുകൊണ്ട് വലിയ പ്രത്യുപകാരം ഒന്നും പ്രതീക്ഷിക്കണ്ട എന്ന് കരുതിയാണ് ഈ ഒഴിഞ്ഞു മാറ്റുമെങ്കിൽ ആ ടെൻഷനും വേണ്ട. ചേച്ചിക്ക് അതിന്റെ ഗുണമുണ്ടാവും, ചേച്ചി പ്രതീക്ഷിക്കുന്നതിനേക്കാൾ കൂടുതൽ. എന്താ, ഇനി സമ്മതമാണോ? സോറി സൈന, നീ എന്തൊക്കെ പറഞ്ഞാലും ഈ ക്രൂരതയ്ക്ക് കൂട്ടു നിൽക്കാൻ എനിക്കാവില്ല. നീയും അതിന് ശ്രമിക്കരുതെന്നാണ് എന്റെ അഭിപ്രായം. വിട്ടേക്ക് സൈന, അവരെങ്ങനെയെങ്കിലും ജീവിച്ചോട്ടെ. വേണ്ട, പറ്റത്തില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞല്ലോ. താങ്ക്സ്. ഇനി ചേച്ചിയുടെ വക ഉപദേശമൊന്നും വേണ്ട. മറ്റു വഴികളുണ്ടോ എന്ന് ഞാനൊന്ന് ശ്രമിച്ചു നോക്കട്ടെ. പിന്നെ ഒരു കാര്യം, റാണി ചേച്ചി എനിക്കൊരു പാരയാവരുത്. ആയാൽ ഈ ഫ്രണ്ട്ഷിപ്പ് ഞാനങ്ങ് മറക്കും. പോട്ടെ ചേച്ചി. എങ്ങോട്ടാടി നൂറേല്? ഇതേലോട്ട് കേറിയാട്ടെ, എത്തേണ്ടടുത്ത് ഞാൻ എത്തിക്കാം. ആ നിക്കടി കൊച്ചേ, അങ്ങനെ അങ്ങ് പോയാലോ. ഊതിയാ പറക്കുന്ന ഒരു ഞർവാലി തള്ളയുടെ ബലത്തില് അന്ന് നീ അങ്ങ് രക്ഷപ്പെട്ടു. പക്ഷെ അങ്ങനെയല്ലല്ലോ അന്ന് നടന്നത് പവിത്രൻ സാറേ. ആ തള്ളയൊന്ന് വെറുതെ ഊതിയപ്പോ പറന്നത് താനായിരുന്നല്ലോ. ഓ, അപ്പൊ നീ അങ്ങ് കൊത്തിക്കൂവി തുടങ്ങി. കൂവും കൂവും. അങ്ങനെയുള്ളവരായിട്ടാണല്ലോ സഹവാസം. കച്ചവടമൊക്കെ ഉഷാറായിട്ട് നടക്കുന്നുണ്ടല്ലോ മോളെ. ഇല്ലേ പറ, ഒരു ടിക്കറ്റ് ഞാനും എടുക്കാം. താനെന്താ പെണ്ണുങ്ങളെ വഴി തടഞ്ഞു നിർത്തി വഷളത്തിനം പറഞ്ഞ് കേമനാവാൻ നോക്കുകയാണോ? എന്താ തന്റെ ഉദ്ദേശം? എന്റെ ഉദ്ദേശം ഞാൻ വഴിയെ പറയാം. ആദ്യം മോളുടെ പ്ലാൻ എന്താന്ന് പറ. ദേ, തന്ത എന്റെ കയ്യിൽ നിന്ന് കൈനീട്ടി വാങ്ങിയ കാശേ എനിക്ക് തിരിച്ചു തരാൻ മോൾക്ക് വല്ല ഉദ്ദേശമുണ്ടോ? ആ കാശിന്റെ കാര്യം ഞാൻ അന്നേ പറഞ്ഞതാണല്ലോ മിസ്റ്റർ. അച്ഛനുമായിട്ടുള്ള ഏർപ്പാടൊക്കെ നിങ്ങൾ തമ്മിൽ പറഞ്ഞു തീർക്കേണ്ട കാര്യങ്ങളാ. ഞാൻ അധ്വാനിച്ചുണ്ടാക്കുന്ന കാശ് എനിക്കും എന്റെ ചേച്ചിക്കും ജീവിക്കാനുള്ളതാ. ഇനി മേലിൽ ആ കാശിന്റെ കണക്കും പറഞ്ഞ് എന്നോട് ബഹളത്തിന് വന്നേക്കരുത്, പറഞ്ഞല്ലോ. അപ്പൊ ആ കാശിന്റെ സെറ്റിൽമെന്റ് ഇനി ഞാൻ ഫ്യൂസായി സ്വർഗത്ത് നിന്നിട്ട് നടക്കത്തുള്ളൂ എന്നാണ് മോള് പറയുന്നത്. അതെങ്ങനെ ശരിയാവും മോളെ? ഭൂമിയിൽ വെച്ച് നടന്ന ഇടപാടേ ഭൂമിയിൽ വെച്ച് തന്നെ തീർക്കണം. അതല്ലേ അതിന്റെ മര്യാദ. ഹലോ മിസ്റ്റർ, ഞാൻ നിങ്ങളോട് എനിക്കറിയാവുന്ന ഭാഷയിൽ വ്യക്തമായി പറഞ്ഞു കഴിഞ്ഞു. ഇനി അതിനപ്പുറം ഒന്നും എനിക്ക് പറയാനുമില്ല. നിൽക്ക്. അങ്ങനെ നിനക്ക് പറയാനുള്ളത് മാത്രം പറഞ്ഞിട്ട് പോകുന്നത് എവിടുത്തെ മര്യാദ? ഇനി എനിക്ക് പറയാനുള്ളത് കൂടി കേട്ടിട്ട് പോകും. എടി കൊച്ചേ, അങ്ങനെ ഒരാൾ മാത്രം നഷ്ടം സഹിക്കണമെന്ന് പറയുന്നത് ന്യായമാണോ? ദേ, നമുക്ക് രണ്ടു കൂട്ടർക്കും വലിയ പരിക്കില്ലാതെ ഈ പ്രശ്നം സെറ്റിൽ ചെയ്യാനുള്ള വഴി എന്റെ പക്കലുണ്ട്. അതിന് നിനക്ക് സമ്മതാണോ? ആദ്യം പവിത്രൻ സാർ വഴി എന്താണെന്ന് പറ. നിന്റെ അച്ഛൻ എനിക്ക് തരാനുള്ള കാശും അതിന്റെ പലിശയൊക്കെ ഞാനങ്ങ് വിട്ടേക്കാം. വേണേലും നിനക്ക് പഠിക്കാനുള്ള ചെലവ് ഞാൻ വഹിക്കാം. ഇത്രയൊക്കെ ഉപകാരങ്ങൾ സാർ എനിക്ക് വേണ്ടി ചെയ്യുമ്പോ ഞാൻ എന്താണാവോ സാറിന് വേണ്ടി ചെയ്യേണ്ടത്? ഒരു പാലം ഇട്ടാലേ അങ്ങോട്ടും ഇങ്ങോട്ടും വേണമെന്നാണല്ലോ. പകരം നീ ഒരു മനസ്സ് വെക്കണം. നിന്റെ ഫുൾ ചെലവ് ഞാൻ നോക്കിക്കോളാടി. ആരെങ്കിലും ചോദിച്ചാ പവിത്ര മുതലാളി സ്പോൺസർ ചെയ്ത് പഠിപ്പിക്കുമെന്ന് പറഞ്ഞാ മതി. അതാവുമ്പോ ആർക്കും ഒട്ടും സംശയം തോന്നുകയില്ല. പിന്നൊരു കാര്യം, എന്റെ ചെലവിൽ താമസിക്കുമ്പോ എന്റെ മാത്രം ചെലവിൽ താമസിക്കണം. പങ്കുകാരും പാർട്ണർഷിപ്പുകാരും ആരും പറ്റിയില്ല.
സ്വന്തം മക്കളോടും തന്റെ ഭാഷ ഇത് തന്നെ ആയിരിക്കുമോ? എന്റെ അച്ഛന്റെ പ്രായം ഉള്ളതുകൊണ്ട് മാത്രം തന്നെ ഇത്തവണത്തേക്ക് ഞാൻ വിടുക. ഇനി എന്റെ കൺമുമ്പിലെങ്ങാനും വന്നിട്ടുണ്ടെങ്കിൽ അന്ന് തന്റെ അവസാനമായിരിക്കും. എക്സ്ക്യൂസ് മീ, ഈ ലേബർ വാർഡ് എവിടെയാ? സെക്കൻഡ് ഫ്ലോറിൽ ചെന്നിട്ട് വലത്തോട്ട് പോയാൽ മതി. ഓക്കെ, താങ്ക് യു. ഏയ് ഭാഗ്യക്കുറി, ഇയാളെന്താ ഇവിടെ? സംശയിക്കണ്ട, ഞാൻ ഭാഗ്യക്കുറി കാണാൻ തന്നെ വന്നത്. അല്ല, 4-5 ദിവസമായിട്ട് പതിവ് റൂട്ടിലൊന്നും കാണാത്തതുകൊണ്ട് തനിക്ക് എന്ത് പറ്റിയെന്ന് എനിക്കൊരു ടെൻഷൻ. അങ്ങനെയാ നിങ്ങൾ താമസിക്കുന്നിടത്ത് ഞാൻ പോയി അന്വേഷിച്ചത്. അപ്പോ അവിടുത്തെ താടിക്കാരൻ ചേട്ടനാ കാര്യങ്ങളൊക്കെ പറഞ്ഞത്. ഇയാളെന്തിനാ എന്നെ അന്വേഷിച്ച് അവിടെ പോയത്? അത് ഞാൻ പറഞ്ഞല്ലോ, ഇയാളെ കാണാഞ്ഞിട്ട് തന്നെ. നമുക്ക് ഏറ്റവും അടുത്ത് പരിചയമുള്ള ഒരാളെ കുറച്ചു ദിവസം കണ്ടില്ലെങ്കിൽ ഒന്ന് അന്വേഷിച്ച് ചെല്ലുന്നതിൽ എന്താ തെറ്റ്? ഇല്ലെങ്കിൽ പിന്നെ നമ്മൾ എന്തിനാ നല്ല സുഹൃത്തുക്കളെന്ന് പറയുന്നേ? താൻ വല്ലാത്തൊരു ക്രൈസിസിലാണെന്ന് അറിഞ്ഞപ്പോ എനിക്കൊന്ന് കാണുമെന്ന് തോന്നി. അതത്ര വലിയ തെറ്റാണോ? അമ്മയും കുഞ്ഞും സുഖമായിരിക്കുന്നോ? എന്താടോ, എന്തു പറ്റി? പ്രിമച്വർ ഡെലിവറി ആയതുകൊണ്ട് മോൾ ഇൻക്യുബേറ്ററിലാ. ചേച്ചിയുടെ കാര്യമാണ് ഇപ്പൊ എന്റെ ഏറ്റവും വലിയ സങ്കടം. ഒന്നും തിരിച്ചറിയാതിരുന്ന സമയത്ത് മൊത്തത്തിലൊരു ശ്രദ്ധ വേണമെന്നേ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പോഴത്തെ സ്ഥിതി അങ്ങനെയല്ല. എന്തിനും ഏതിനും എപ്പോഴും ദേഷ്യവും വയലൻസും ഒക്കെയാ. അതെന്താ പെട്ടെന്ന് അങ്ങനെ? അറിയില്ല, സംഭവിച്ചതിനോടൊന്നും ചേച്ചിക്ക് ഒട്ടും പൊരുത്തപ്പെടാനാവാത്തൊരവസ്ഥയാ. ഡെലിവറിയോടുകൂടി മെന്റൽ സ്റ്റേജിന് എന്തെങ്കിലും ഒരു മാറ്റം ഉണ്ടാവുമെന്ന് ഡോക്ടർ പറഞ്ഞിരുന്നു. പക്ഷെ കാര്യങ്ങൾ ഇത്രത്തോളം കോംപ്ലിക്കേറ്റഡ് ആവുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല. എന്നോട് പെരുമാറുന്നതും ഒരുമാതിരി ശത്രുക്കളോടെന്ന പോലെയാ. അയ്യോ, അത് കഷ്ടമായല്ലോ. ചേച്ചിയുടെ കുഴപ്പമല്ലാതെ മനസ്സിന്റെ പ്രശ്നോ. ചില നേരങ്ങളിൽ സൂയിസൈഡ് ടെൻഡൻസി കാണിക്കുന്നുണ്ടോ എന്നൊരു സംശയം ഡോക്ടർ പറഞ്ഞു. അത്രയ്ക്കും ഡിപ്രസ്ഡാ ചേച്ചി. അയ്യോ ഭാഗ്യക്കുറി, സൂക്ഷിക്കണം കേട്ടോ. എന്റെ പിതാശ്രീ ഈ പറഞ്ഞ ഡിപ്രഷന്റെ ആളായിരുന്നു. അമ്മ ഏതു നേരവും നിഴല് പോലെ കൂടെ നടന്നതാ. പറഞ്ഞിട്ടെന്താ, ഒരവസരം ഒത്തുവന്നപ്പോ ആള് കയറി ഒരു കാച്ചങ്ങ് കാച്ചി. ഞാൻ ഭാഗ്യക്കുറി പേടിപ്പിക്കാൻ പറഞ്ഞതൊന്നുമല്ല, ഒന്ന് സൂക്ഷിക്കണമെന്നേ ഉദ്ദേശിച്ചുള്ളൂ. ശ്രദ്ധിക്കുന്നുണ്ട്. കണ്ണിൽ എണ്ണയൊഴിച്ച് കാവലിരിക്കുക ഏതു നേരവും. ഇപ്പൊ തന്നെ ഇക്കാമയെ ഏൽപ്പിച്ചിട്ടാ ഞാൻ ക്യാൻറ്റീനിലോട്ട് ഇറങ്ങിയത്. അയ്യോ, സംസാരിച്ചെന്ന് സമയം പോയത് അറിഞ്ഞില്ല. ഞാൻ ചെല്ലട്ടെ. ഞാൻ ചെന്നിട്ട് വേണം ഇക്കാമയ്ക്ക് വീട്ടിൽ പോവാൻ. ശരി. ഏയ് ഭാഗ്യക്കുറി, സോറി, ഞാൻ ഇങ്ങോട്ട് വന്ന കാര്യം പറയാൻ മറന്നുപോയി. എന്താ? ഏതു നേരം ചേച്ചിയുടെ കൂടെ ആയതുകൊണ്ടേ തന്റെ ജോലിയുടെ അവസ്ഥ എന്താ? മിക്കവാറും അതൊക്കെ കൈവിട്ടു പോകുന്ന അവസ്ഥയാണ് എന്റെ സുഹൃത്തെ. ആ പത്ര ഏജന്റ് മണിയൻ ചേട്ടൻ ഒരാഴ്ചത്തെ സാവകാശം തന്നത് ഇന്നലത്തോടെ കഴിഞ്ഞു. അതുപോലെ തന്നെയാവും ബാക്കി കാര്യങ്ങളും. അപ്പോ കയ്യിൽ ഒരുപാട് കാശ് ബാക്കി ഉണ്ടാവുമല്ലോ അല്ലേ? ഇയാളെന്താ കളിയാക്കാനാണോ തിരിച്ചു വിളിച്ചത്? ആളെ വീട് മാഷേ. ഏയ് ഭാഗ്യക്കുറി, ഒരു മിനിറ്റ്, പിണങ്ങാതെ. ദാ, ഇത് തരാൻ കൂടിയാ ഞാൻ വന്നത്. എന്താ ഇത്? കുറച്ച് ക്യാഷാ. താനിവിടെ നന്നായി ബുദ്ധിമുട്ടുന്നുണ്ടെന്ന് ഞാൻ അറിഞ്ഞു. ഇത് വെച്ചോളൂ, ഒരു സഹായാവുമല്ലോ. കൊള്ളാം. ഗതിയില്ലാത്തവരെ ഇങ്ങനെ പിന്നാലെ നടന്ന് സഹായിക്കാൻ നമ്മളാരാ? അംബാനി ഫാമിലിയിലുള്ളതാണോ? അതോ ലക്ഷ്മി മിത്തലിന്റെ അമ്മായിയുടെ മോനോ? പോയെ, സഹായിക്കാൻ ഇറങ്ങിയിരിക്കുന്നു. താനെന്താ അങ്ങനെ പറഞ്ഞേ? ഈ നാട്ടില് 10,000 രൂപ തികച്ചെടുക്കാൻ കഴിയുന്നവരൊക്കെ അംബാനി മിത്തലൊക്കെ ആയിരുന്നില്ലേ? ഇന്ത്യയിൽ എത്ര ബിൽഗേറ്റ്സ് ഉണ്ടാവുമായിരുന്നു മോളെ? താൻ പിണങ്ങണ്ട, ഈ കാശ് ഞാൻ തനിക്ക് വേണ്ടി തന്നെ അറേഞ്ച് ചെയ്തതാ. പലിശക്കെടുത്തതോ അതോ കടം വാങ്ങിയതോ? ഇത് രണ്ടും അല്ല. പകുതി എന്റെ ശമ്പള പൊതിയുന്ന, ബാക്കി പകുതി കമ്പനിയിലെ കാശ് തന്നെ. പക്ഷേ അത് ഈ മാസം ലാസ്റ്റിൽ അക്കൗണ്ടിലോട്ട് അടച്ചാൽ മതി. അതുവരെ റോൾ ചെയ്യ സമയമുണ്ടല്ലോ. എന്ത് പറഞ്ഞാലും ഇതെനിക്ക് വേണ്ട. കുട്ടി പ്ലീസ്, ഞാൻ സീരിയസ് ആയിട്ട് പറയുക. ഈ സഹായത്തിന് പിന്നിൽ ഒരു ദുരുദ്ദേശവും എനിക്കില്ല. എന്നെപ്പോലെ കഷ്ടപ്പെട്ട് ജീവിതം ഉന്തി നിൽക്കുന്ന ഒരു സഹജീവിയോട് തോന്നുന്ന ഒരു ആത്മാർത്ഥത, അതിനപ്പുറം ഒന്നുമില്ല എൻ്റെ മനസ്സിൽ.
എന്റെ ഈ സഹായം കൂടെ കുട്ടി നിഷേധിച്ച അതെന്റെ സൗഹൃദം നിഷേധിക്കുന്നത് പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നത്. പെട്ടെന്നൊരു ആവശ്യം വന്ന പരിചയക്കാരോട് നമ്മൾ കടം ചോദിക്കില്ലേ? അങ്ങനെയെങ്കിലും കരുതി ഒന്ന് വാങ്ങിക്കേ. പിന്നെ ചേച്ചിക്ക് പെട്ടെന്ന് എന്തെങ്കിലും ഒരു ആവശ്യം വന്നാ ഞാൻ പറയുന്നു ഒന്ന് കേക്ക്. ദുരഭിമാനം മാറ്റി വെച്ചിട്ട് ഇതൊന്ന് വാങ്ങിക്കേ പ്ലീസ്. ഈ മാസാവസാനം ഞാൻ ഈ കാശ് തിരിച്ചു തരും. അത് സമ്മതമാണെങ്കിൽ ഞാനിത് വാങ്ങിച്ചോളാം. പിന്നെ തിരിച്ചു തരാതെ? അയ്യടാ, വഴി കാണുന്ന സുന്ദരി പെമ്പിളാർക്കൊക്കെ കാശ് ചുമ്മാതെ കൊടുക്കലല്ല എന്റെ പണി. ഡേ, ഈ മാസം 31 തീയതി ഉണ്ടെങ്കിൽ എനിക്ക് എന്റെ കാശ് തിരികെ കിട്ടണം. ഇല്ലെങ്കിൽ ഞാൻ മഹാ കച്ചടയാ കേട്ടോ. താങ്ക്സ്. വെൽക്കം. പിന്നെ മോക്ക് എന്താ പേരിട്ടിരിക്കുന്നേ? അഭിരാമി. അഭി. അതാവുമ്പോ എനിക്ക് അമ്മാളൊന്നും വിളിക്കാലോ. സ്നേഹം കൂടുമ്പോ ഇടയ്ക്ക് അച്ഛൻ അങ്ങനെ അമ്മയെ വിളിക്കാറുണ്ട്. അമ്മാളു. കൊള്ളാം, അമ്മാളു നല്ല പേരാ. എന്താ മാഷേ, ആ പേരും അമ്മുമ്മക്കിടാൻ വല്ല ഉദ്ദേശമുണ്ടോ? അപ്പൊ കൂടുതൽ നിന്ന് വിളറാതെ ജൂനിയർ അംബാനി പോവാൻ നോക്ക്. ഒരു രജിസ്റ്റേർഡ് ഉണ്ട്. ആർക്കാ? പാപ്പിച്ചാനോ ബെന്നിച്ചാനോ? അവർക്ക് ആർക്കും അല്ല, ഇത് മോൾക്കാ. ദേ ഇവിടെ ഒന്ന് സൈൻ ചെയ്തേ. ദാ ഇവിടെ. അപ്പൊ ഞാൻ പോട്ടെ. ശരി. നിങ്ങൾ ആള് കൊള്ളാലോ മിസ്റ്റർ അലൻ ജോസഫ്. മതി, ഇത്ര തിരക്കിട്ട് നിങ്ങൾ ആരുടെ ജാതകം കുത്തി കുറിക്കുന്നേ? അല്ല, എന്താ നിങ്ങളുടെ ഉദ്ദേശം? നാളെ ക്ലാസ്സിലേക്കുള്ള ചില നോട്ട്സുകൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക. തൽക്കാലം ആ ഒരു ഉദ്ദേശം എനിക്കുള്ളൂ. ഇനി എന്താ നിന്റെ പ്രശ്നം? എന്റെ പ്രശ്നം എന്താണെന്ന് നിങ്ങൾക്ക് അറിയില്ലല്ലേ? ഒരുമിച്ച് ഒരേ വീട്ടിൽ താമസിച്ചുകൊണ്ട് ഭാര്യയ്ക്ക് വക്കീൽ നോട്ടീസ് അയക്കുന്ന ഭർത്താവ് നിങ്ങൾ മാത്രമേ ഈ ലോകത്ത് കാണൂ. ഓ, അപ്പൊ കിട്ടിയോ അത്? ഒരുമിച്ച് ഒരു വീട്ടിലാണ് താമസിക്കുന്നതെങ്കിലും നമ്മൾ രണ്ടുപേരും രണ്ട് ലോകത്തിലല്ലേ? അപ്പൊ അങ്ങനെ ഒരു വക്കീൽ നോട്ടീസ് കിട്ടിയതില് ഇത്രയ്ക്ക് അങ്ങോട്ട് അത്ഭുതപ്പെടാനൊന്നുമില്ല. എനിക്കതിൽ അത്ര വലിയ അത്ഭുതമൊന്നും ഇല്ല മിസ്റ്റർ. ചെയ്തത് നിങ്ങളായതുകൊണ്ട് തന്നെ. കൊള്ളാം. ഭാര്യയുടെ പേർക്ക് വിവാഹമോചനം ആവശ്യപ്പെട്ട് നോട്ടീസ് അയക്കാൻ നിങ്ങൾ തിരഞ്ഞെടുത്ത സമയം കൊള്ളാം. സോറി, ഞാനങ്ങനെ മുഹൂർത്തം നോക്കിയിട്ടൊന്നുമല്ല വക്കീലിനെ കണ്ടത്. പക്ഷെ ഞാൻ നോക്കി. ഇന്നേക്ക് കൃത്യം 3 ദിവസം മുൻപാ നിങ്ങൾ ഇത് എനിക്ക് അയച്ചിരിക്കുന്നത്. ആ ദിവസത്തിനൊരു പ്രത്യേകതയുണ്ട്. അതെന്താണെന്ന് അറിയില്ല അലൻ ജോസഫിന്? ജീവിതത്തിൽ ഒരിക്കലും നിങ്ങൾ മറക്കാൻ ആഗ്രഹിക്കാത്ത ഒരു ദിവസം അത്. എന്താണെന്ന് ഇപ്പോഴും ഓർമ്മ വന്നില്ല? ഛേ, അത് വെറുതെ. Will you please? ഏയ്, കൂൾ കൂൾ മാൻ. ശരി, നിങ്ങൾ മറന്നുപോയെങ്കിൽ ഞാൻ ഓർമ്മപ്പെടുത്താം. അന്നാണ് എന്റെ ഭർത്താവായ അലൻ ജോസഫിന് അയാളുടെ കാമുകിയിൽ ഒരു പെൺകുഞ്ഞ് ജനിച്ചത്. താനൊരു കുഞ്ഞിന്റെ അച്ഛനായി എന്നറിഞ്ഞ നിമിഷം തന്നെ ഭാര്യയ്ക്ക് ഡിവോഴ്സ് നോട്ടീസ് അയച്ചല്ലോ നിങ്ങൾ. റിയലി ഗ്രേറ്റ് മാൻ. ഈ ഒരു ചങ്കുറ്റത്തെ അഭിനന്ദിക്കാതെ വയ്യ. എന്താ, ഞാൻ പറഞ്ഞത് സത്യമല്ലെന്ന് നിഷേധിക്കാമോ നിങ്ങൾക്ക്? ഇത്രയും നാൾ ഒന്നും അറിയാത്തവളെ പോലെ നിങ്ങളുടെ മുമ്പിൽ ഞാൻ അഭിനയിച്ചത് ദാ ഇതുപോലെ പറ്റിയൊരു മുഹൂർത്തത്തിന് വേണ്ടിയായിരുന്നു. നിങ്ങൾ ഇത്രയും മിടുക്കനായ സ്ഥിതിക്ക് ഞാനും മോശക്കാരിയാവാൻ പാടില്ലല്ലോ. ഇനിയിപ്പോ വക്കീൽ നോട്ടീസും കുടുംബ കോടതി ഒന്നും വേണ്ട മാഷേ.
നമുക്ക് പരസ്പര ധാരണയോടുകൂടി തന്നെ പിരിയാം. ഏതായാലും എല്ലാവരോടും പറയാൻ നമുക്ക് തക്കതായ ഒരു കാരണമായല്ലോ. ഇനി നമുക്ക് പിരിയാം, നല്ല സന്തോഷമായിട്ട് തന്നെ. ഭാര്യയെ തിരിഞ്ഞു നോക്കിയില്ലെങ്കിലും കാമുകയിലൊരു കുഞ്ഞുണ്ടായല്ലോ. അലൻ ജോസഫ് മിടുക്കനാണെന്ന് എല്ലാവരും ഒന്ന് അറിയട്ടെ. ഈ സന്തോഷ വാർത്ത അറിയുമ്പോ എന്തായിരിക്കും ജോസഫ് അങ്കിളിന്റെ ഒരു സന്തോഷം? റാഹേൽ ആന്റിക്ക് ഇതിൽ പരം ഒരു സന്തോഷ വാർത്ത കേൾക്കാനുണ്ടോ? അനിയത്തിയുടെ കാര്യം പിന്നെ പറയാനുമില്ല. അതുപോലെ സന്തോഷമായിരിക്കും ഇവിടെ ഉള്ളവർക്കും. എന്റെ പാപ്പിച്ചായനും ബെന്നിച്ചായനും ഒക്കെ സന്തോഷം സഹിക്കവയ്യാതെ എങ്ങനെയാവും അലൻ സാറിനെ സ്വീകരിക്കുക എന്ന് പോലും എനിക്കിപ്പോ ചിന്തിക്കാനേ വയ്യ. മതി, നിർത്ത്. നീ എന്നെ ഭീഷണിപ്പെടുത്തുകയാണോ? ഹേയ്, അങ്ങനെ പറഞ്ഞു പേടിപ്പിക്കുന്ന തറവേലയൊന്നും സയനയ്ക്ക് ശീലമില്ല മാഷേ. ഒരൊറ്റ ചോദ്യമേ എനിക്ക് നിങ്ങളോടുള്ളൂ. നടന്നതൊക്കെ ഞാൻ നമ്മുടെ രണ്ടുപേരുടെയും വീട്ടുകാരെ അറിയിക്കണോ, അതോ ഇങ്ങനെ ഒരു അറിയിപ്പ് കടലാസ് കിട്ടിയില്ല എന്ന് വെക്കണോ? ഏതാ നിങ്ങളുടെ ഓപ്ഷൻ? കമോൺ, ആൻസർ മീ. പറയണോ അലൻ, നിങ്ങളുടെ ചോയ്സ് ഏതാണെന്ന്?